നമുക്ക് ജയസൂര്യ വളരെ നല്ലൊരു നടനാണ്, അതുപോലെ നല്ല സ്വഭാവമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാലോ, ജയസൂര്യ റോഡിലൊക്കെ കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പര് അവിടെയൊക്കെ കുഴിയൊക്കെ അടയ്ക്കാൻ നിന്നിട്ട് കോർപ്പറേഷൻ, നമ്മുടെ കൊച്ചി കോർപ്പറേഷനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ള, അങ്ങനെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 മുതൽ നമ്മുടെ ജയസൂര്യക്ക് ഭയങ്കര കഷ്ടകാലം എന്ന് പറയില്ല, നല്ല സമയത്ത് കുറേ നല്ല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു ക്യാൻസലാക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ 2024 ഒരു കേസ് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരൻ്റെ ഒരു സാദിഖ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അയാൾ തൃശ്ശൂർ വിയ്യൂരാണ് അയാളുടെ വീട്. അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SI ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്ത് എടുത്തിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി. അത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് നമ്മുടെ ജയസൂര്യയുടെ ഭാര്യയും. അപ്പോൾ അതൊരു തട്ടിപ്പുകാരനാണ് അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഈ ആപ്പിൽ കൂടെ പല ഇലക്ട്രോണിക് സാധനങ്ങളും വിൽക്കുക. 1 രൂപ തൊട്ടിൽ ലേലം വിളിക്കാം. ലേലം വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ 2000 രൂപയ്ക്കോ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടിയെന്ന് വരും. അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് കേസാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ 1 കോടി 2 കോടിയൊക്കെ പോയ ആൾക്കാരുണ്ട്. തൃശ്ശൂർ തന്നെ കുറേ ആൾക്കാരെ അവർ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കമ്പനിയുടെ പേരിലാണ് കേസ് വന്നത്. ഈ കമ്പനിയുടെ പേരിൽ കേസ് വരുമ്പോൾ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ എന്താണ് ഇൻവോൾവ്മെൻറ്റ്, അവരിതിൽ പാർട്ണറാണോ എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിൻ്റെ ഇടയിൽ. അങ്ങനെയാണ് അന്വേഷണം തുടങ്ങിയത്. കഴിഞ്ഞ കൊല്ലം 25 തുടങ്ങിയ കേസാണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയസൂര്യനെയും ഭാര്യനെയും ED ഓഫീസിൽ വിളിച്ചു, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ വിളിപ്പിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ED ഓഫീസിൽ രണ്ടുപേരും വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇതോട് കൂടിയിട്ട് ജയസൂര്യ ആകെ തളർന്നു. ഒരു മനുഷ്യനല്ലേ. അതിൻ്റെ പുറമെ കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായ പ്രശ്നം അറിയാലോ, ജയസൂര്യക്ക് സിനിമ തന്നെ മൂപ്പര് മാറ്റിവെച്ചു. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ കെട്ടടങ്ങി അതിൻ്റെ മുകളിൽ ഈ കേസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജയസൂര്യ അച്ഛൻ്റെ പ്രശ്നങ്ങളായിട്ട് വീടായിട്ട് ഒരു വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു നടനാണ്. സഹായങ്ങളൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ കണക്ഷനൊന്നുമില്ല. മൂപ്പര് ഭാര്യ വീട്ടിലാണ്. ഭാര്യയായിട്ടാണ് വലിയൊരു വീട് പണിതുണ്ട് ഇവിടെ എറണാകുളത്ത്, കൊച്ചിയിൽ. അവിടെ തന്നെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായൽ കയ്യേറി വീട് പണിതു എന്ന് പറഞ്ഞിട്ട് വലിയൊരു കേസ് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചി കായലിൻ്റെ അടുത്താണ് ആ മൂപ്പര വീട്. അപ്പോൾ ഇതൊന്നും ഈ ജയസൂര്യ വിചാരിച്ച് വരുന്ന കാര്യങ്ങളല്ല. ഒരു സിനിമാ നടൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു 10 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അസൂയാലുക്കൾ അതിന് പിന്നാലെ കൂടുതലായി. ഇപ്പം ഈ ആപ്പ് തട്ടിപ്പ് കേസിൽ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ജയസൂര്യക്ക് ഉണ്ട് നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു ബ്രാൻഡ് അംബാസഡർ ഇത്രയും പരസ്യമൊക്കെ ചെയ്ത് ഇത്രയും എന്തോരം സെലിബ്രിറ്റികൾ വന്നിട്ട് അവർ പരസ്യം ചെയ്ത് തുടർന്നറിയാം. ഇത്രയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി ചിലപ്പോൾ നമ്മൾ ഇരുന്നൂന്ന് വരും. അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തട്ടിപ്പ് നടക്കണോണ്ടോ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അറിഞ്ഞിട്ടല്ലല്ലോ ഒരു നടനായാലും ഒരു നടിയായാലും ഒരു ബ്രാൻഡ് അംബാസഡർ ആവണത്. അതപ്പോൾ അവസാനം അതൊക്കെ കുരുക്കായിട്ട് വരണം ഇപ്പോൾ. അതുകൊണ്ട് ഇനി ഓരോ കമ്പനിയിലും ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഇരിക്കുമ്പോൾ, പുതിയ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ മരിക്കുന്നവരെ ചിലപ്പോൾ ഈ കേസ് നിങ്ങളുടെ തലേന്ന് പോവില്ല. അപ്പോൾ അതിനേക്കാളും കഷ്ടകാലം ഇപ്പോൾ കുറേ കാലം സിനിമയിൽ അഭിനയിക്കാണ്ട് വലിയൊരു ഗ്യാപ്പ് എടുത്ത ജയസൂര്യ ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട് 3 എന്ന് പറഞ്ഞാൽ 2 ഭാഗം നല്ല ഹിറ്റായുള്ളതാണ്. വിജയ് ബാബുണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ 2ാമത് ആട് 3 തുടങ്ങാൻ മതി. ആട് 2 വരെ നല്ല ഹിറ്റാണ്. അപ്പോൾ ആട് 3 തുടങ്ങി. ആട് 3 തുടങ്ങിയത് കൂടിയിട്ട് എന്തുണ്ടായി, ഇപ്പോൾ ഇവിടെ അതിലത്തെ നമ്മുടെ ഒരാൾക്ക് വീണ് തലയും കഴുത്തൊക്കെ ഒടിഞ്ഞു നമ്മുടെ. അപ്പോൾ അതോടുകൂടി ആ ഷൂട്ടിങ് നിർത്തി വെച്ചോടുകൂടി 2 മാസം കഴിയാണ്ട് നമ്മുടെ അതിലത്തെ നടനെ ഇനി അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുണ്ടായി, ആ പടം മുടങ്ങി. ആടെന്ന് പറഞ്ഞൊരു പടം മുടങ്ങി. വിനായകൻ ഇനി എന്നാണ് ഈ പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. പക്ഷേ വിനായകൻ ഇല്ലാണ്ട് ഈ പടം ഷൂട്ടിങ് ചെയ്യാനും പറ്റില്ല. വിനായകനാച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. അപ്പോൾ വിനായകൻ്റെ പോർഷൻ കഴിച്ച് ബാക്കിയുള്ള പോർഷൻസിൽ വേണമെങ്കിൽ എടുക്കാം. ഈ വിനായകൻ ഈ 2 മാസം ബെഡിൽ നിന്ന് എനിക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇനിയിപ്പോൾ ഈ പടം എങ്ങനെ മുന്നോട്ട് പോകും? വേറൊരു പടം ഇതിനു മുമ്പ് നമ്മുടെ ജയസൂര്യ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോകുലം ഗോപാലസാറിൻ്റെ ഭയങ്കര വലിയൊരു ബഡ്ജറ്റുള്ള പടമാണ്. 100 കോടി ബഡ്ജറ്റ് എന്നൊക്കെ പറയും. ഒരു പാൻ ഇന്ത്യൻ പടമായിരുന്നു അത്. പക്ഷെ അതിൻ്റെ ഒരു വിശേഷം ഇപ്പോൾ കേൾക്കാനില്ല.
അതിൻ്റെ ഒരു ടീസറൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു വിശേഷം കേൾക്കാറില്ല. അതും ഡ്രോപ്പായോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, അതിൻ്റെ മുകളിൽ മറ്റൊന്ന് എന്ന് പറഞ്ഞ പോലെ ജയസൂര്യക്ക് കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം. പക്ഷെ ഞാൻ പറയാം, ജയസൂര്യ നല്ലൊരു നടനാണ്, അത് തെളിയിച്ചിട്ടുള്ളതാണ്. അവാർഡ് കിട്ടിയ നടനാണ്. ഈ മിമിക്രിന്ന് വന്നവർക്കൊക്കെ ഭയങ്കര കാലിബറാണ്. അതേപോലെ തന്നെ ഗംഭീരമായിട്ട് മൂപ്പര് പെർഫോം ചെയ്യും. വെള്ളം എന്ന് പറഞ്ഞൊരു പടത്തിലൊക്കെ മൂപ്പര് എന്താ അതിൻ്റെ പെർഫോമൻസ് എന്നറിയാം. അതുപോലെ മൂപ്പര് ഒരു ട്രാൻസ്ജെൻഡറായിട്ടൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിലത്തെ അഭിനയം കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതേമാതിരി ദിലീപിൻ്റെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു കഥാപാത്രമായിട്ട് മാറാനുള്ള കഴിവ് ഗംഭീര ജയസൂര്യക്ക്. പക്ഷെ എന്ത് ചെയ്യാം, കഷ്ടകാലത്തിൻ്റെ മുകളിൽ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ, ഇടിവെട്ട് കൊണ്ടുപോകാനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ജയസൂര്യ കഥ. എല്ലാ കാര്യങ്ങളും തീർന്ന് എത്രയും പെട്ടെന്ന് ജയസൂര്യ ഒരു പടം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. ഇതൊക്കെ നിരപരാധിയാവും ഇയാളൊക്കെ, എന്ത് ചെയ്യാം. കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ മേത്തേക്ക് തന്നെ തോട്ടി വെച്ച് വരും. ശരിയെന്നാ.